നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിപ്പിക്കണമെന്ന PV അൻവറിന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്. കരുത്തനായ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ആര്യാടൻ മുഹമ്മദിന്റെയും PV പ്രകാശിന്റെയും വലിയ ആഗ്രഹമായിരുന്നു മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത്. പിണറായി വിജയൻ ഞെട്ടിത്തരിക്കുന്ന ഭൂരിപക്ഷത്തിൽ UDF നിലമ്പൂരിൽ വിജയിക്കുമെന്നും VS ജോയ് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വളരെ വൈകാരികമാണ്. കാരണം ഈ ജില്ലയിൽ കോൺഗ്രസിനെ നട്ടുനനച്ച വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ പ്രിയ നേതാവ് ആര്യാടൻ സാറിൻ്റെ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം UDF തിരിച്ചു പിടിക്കണം എന്നതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പ്രകാശേട്ടൻ മരണപ്പെട്ടു പോയത് ഒരു തിരഞ്ഞെടുപ്പിന് ഇടയിൽ വെച്ചാണ്. കപ്പിനും ലിപ്പിനുമിടയിലാണ് അദ്ദേഹത്തിന് അന്ന് പരാജയം സംഭവിച്ചത്. അതുകൊണ്ട് നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്നത് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതീവ വൈകാരികമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ വന്നിട്ടുള്ള ഈ ചോദിച്ച അഭിപ്രായ പ്രകടനം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം മാത്രമാണ് എന്ന് മാത്രമല്ല, UDF ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി ആ വിവാദം അവസാനിച്ചിരിക്കുന്നു, അടഞ്ഞിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. മലപ്പുറത്ത് നിന്ന് മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷംസീർ, ഇന്നലെ അൻവറിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. VS ജോയ് എന്നുള്ള ഒരു പേര് മുന്നോട്ട് വെച്ച് അപേക്ഷാസ്വരത്തിലാണ് പറയുന്നതെങ്കിലും എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പൊതുജനത്തിന് മനസ്സിലായതുമാണ്. ഏത് രീതിയിലാണ് VS ജോയ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണത്തെ കാണുന്നത്? അമൃത, ഒരു DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പക്വമായാണ് ഇന്ന് VS ജോയ് ഈ വിഷയത്തോട് പ്രതികരിച്ചത്. PV അൻവറിന്റെ ഈ നിർദ്ദേശം, അതായത് VS ജോയ് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകണം എന്ന PV അൻവറിന്റെ നിർദ്ദേശത്തോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചപ്പോൾ അത് PV അൻവറിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നാണ് VS ജോയ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ആര് സ്ഥാനാർത്ഥിയായി നിന്നാലും അവിടെ UDFനെ പിന്തുണയ്ക്കുമെന്ന് PV അൻവർ പറഞ്ഞതോടുകൂടി ആ വിവാദം അവിടെ അവസാനിക്കുകയാണ് എന്നുകൂടി പറഞ്ഞ് ആ കാര്യം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് VS ജോയ് ചെയ്യുന്നത്. മാത്രമല്ല, നിലമ്പൂരിൽ മത്സരിക്കാൻ UDF പൂർണ്ണമായി സജ്ജമാണ്. അവിടെ പിണറായി വിജയൻ ഞെട്ടിത്തരിക്കുന്ന ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും എന്നുകൂടി VS ജോയ് പറയുന്നു. മറ്റൊന്ന്, സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് യുക്തമായ സമയത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തും. നിലമ്പൂരിൽ ശക്തമായ ഭൂരിപക്ഷത്തിൽ UDF വിജയിച്ചു കയറും എന്നുകൂടിയാണ് DCC പ്രസിഡന്റ് VS ജോയ് വ്യക്തമാക്കുന്നത്. PV അൻവർ ഇന്നലെ മുന്നോട്ട് വെച്ച ആ നിർദ്ദേശത്തെ, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തോട് കൂടുതൽ പ്രതികരിക്കാൻ DCC പ്രസിഡന്റ് തയ്യാറായിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, പ്രധാനമായും അത് വൈകാരികമായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ വൈകാരികമായി കൂടി സമീപിക്കുന്ന ഒരു പ്രതികരണം എന്ന് VS ജോയിയുടെ ഭാഗത്തിരുന്നുണ്ടായി. ആര്യാടൻ മുഹമ്മദിന്റെ അന്ത്യാഭിലാഷമായിരുന്നു നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ 3 പതിറ്റാണ്ടുകാലം നിലമ്പൂരിലെ MLA ആയിരുന്നു. തുടർച്ചയായി നിലമ്പൂരിന്റെ MLA ആയ ആളാണ് ആര്യാടൻ മുഹമ്മദ്. ആ ഒരു മണ്ഡലമാണ് 2016 നഷ്ടമാകുന്നത്. അപ്പോൾ നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളത് ആര്യാടൻ മുഹമ്മദിന്റെ അന്ത്യാഭിലാഷമായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി നടപ്പാകുമെന്നും VV പ്രകാശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്, അത് കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനും ഒപ്പം തന്നെ ആര്യാടൻ മുഹമ്മദിനും വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ വിജയം ഉണ്ടാകുമെന്നു കൂടിയാണ്. അതെ ഷംസീർ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആര്യാടനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, പ്രകാശിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആര്യാടൻ ഒരു വികാരമാണ് എന്ന് പറയുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിപ്പറഞ്ഞ PV അൻവറിനെ VS ജോയ് തന്ത്രപരമായി തള്ളിപ്പറയുകയല്ലേ? രണ്ട് കാരണം. ആര്യാടൻ മുഹമ്മദ് ഒരു വികാരമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് ആര്യാടൻ മുഹമ്മദിന്റെ അഭിലാഷമായിരുന്നു എന്ന് കൂടി പറയുന്നു. അപ്പോൾ നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി ആരാണ്, അവരെ നിർത്തണം എന്നുള്ളൊരു ധ്വനി അതിൽ ഉണ്ടെന്ന് കൂടി പറയണം. അതായത് ശക്തമായ മത്സരമാണ്. ആര്യാടൻ മുഹമ്മദിന് അന്ത്യാഭിലാഷമായിരുന്നു നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത്. അപ്പോൾ ഈ മത്സരം ശക്തമായൊരു മത്സരമാണ്. UDFന് എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കേണ്ട മത്സരമാണ്. അവിടെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം എന്നുള്ളൊരു ധ്വനി കൂടി VS ജോയിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് നിശ്ചയിക്കും എന്നുകൂടിയാണ് VS ജോയ് പറഞ്ഞു വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടോ സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ കമൻറ്റ് ചെയ്യാൻ DCC പ്രസിഡന്റ് തയ്യാറായിട്ടില്ല എന്നത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ഒരു ചോദ്യത്തിനും VS ജോയ് മത്സരിക്കാൻ തയ്യാറാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ഉയർന്നു വരും എന്നുറപ്പാണ്. VS ജോയ് ഏതായാലും ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ നിന്നു തരാൻ തയ്യാറല്ല എന്നതുകൂടി വ്യക്തമാവുകയാണ്.